കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മിഡിരണ്ടിലം എന്ന സീരിയൽ തന്നെയാണ്. ഈ സീരിയലിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കഥാപാത്രമായിരുന്നു സഞ്ജു. സഞ്ജു ലക്ഷ്മി കഥാപാത്രം കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സഞ്ജുവിൽ നിന്നും സൽമാൻ മേ നീക്കി പുതിയൊരു താരത്തിനെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് സൽമാനോടായിരുന്നു എല്ലാവരും ചോദ്യം ചോദിച്ചെത്തിയത്. എന്നാൽ സൽമാൻ കാരണമല്ല പരമ്പരയിൽ നിന്ന് താൻ ഇറങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞെത്തിയ വീഡിയോയ്ക്ക് പിന്നാലെ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് പ്രേക്ഷകർ. എന്നാൽ ഇന്ന് സൽമാൻ പങ്കുവയ്ക്കുന്നത് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ വിവാഹ വിശേഷങ്ങളാണ്. വിവാഹത്തിന് നിരവധി താരങ്ങൾ എന്തായാലും ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. 1-2 വർഷമായി തന്നെ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അറിയാവുന്ന താരമായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് സഹതാരങ്ങളുമായി സമ്പർക്കമുണ്ടായിരിക്കും. എന്നാൽ അധികം ആരെയും ക്ഷണിക്കാത്ത വിവാഹം പോലെയാണ് തോന്നുന്നത്. മിഡിരണ്ടിലം സീരിയലിലെ സഞ്ജന മാത്രമാണ് പങ്കെടുത്തത്. സഞ്ജന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാം. സഞ്ജനയായി എത്തിയിരിക്കുന്ന താരത്തിന്റെ വരവ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു. താരമെങ്കിലും എത്തിയല്ലോ എന്നുള്ള ആശ്വാസമാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. ശില്പ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. ശ്രുതി എന്ന മൗനരാഗം സീസൺ 2 വിജയ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത സീരിയലിലും താരം എത്തിയിട്ടുണ്ട്. എപ്പോഴും പ്രേക്ഷകർക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ശില്പ ഇതിനു മുൻപും സൽമാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മിഡിരണ്ടിലെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട്. സഞ്ജുവിനെയും സഞ്ജനയുടെയും വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. മിഡിരണ്ടിലും എല്ലാവരും ആഘോഷിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു സഞ്ജുവിന്റെയും സഞ്ജനയുടെയും വിവാഹം. ഹൽദിയും ബ്രൈഡൽ ഷവറും ഒക്കെയായി നീണ്ടുനിന്ന ഒരു വിവാഹ വിശേഷം തന്നെയായിരുന്നു ഇവർക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ശില്പ സൽമാനുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുമോ അതുപോലെയുള്ള ഒരു വിശേഷമായിരുന്നു ഇവർ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവളുടെ വലിയ ദിവസമായി എന്നും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. സൽമാനിന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് വിവാഹമംഗളാശംസകൾ നേരാൻ നിരവധി പേരാണ് എത്തിയത്. അതോടൊപ്പം തന്നെ സൽമാന്റെ പെങ്ങളെയും പെങ്ങളുടെ ഭരണിയും ഒക്കെ പ്രേക്ഷകർ കാണുകയും ചെയ്തു. പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വിശേഷത്തെ. മേഹ്താബ് റഹ്മാൻ, സുനൈന മേഹ്താബ് എന്നിവരും ഈ വിശേഷം പങ്കെടുക്കാനുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും സഞ്ജനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കുകയും വളരെ കാര്യമായി തന്നെ വിവാഹ റിസപ്ഷൻ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്ത എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സൽമാനുകൾ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണോ എനിക്ക് സീരിയലിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യത്തെക്കുറിച്ച് സൽമാൻ വ്യക്തമാക്കിയത്. ഇതോടെ തന്നെ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ഇപ്പോൾ സൽമാൻ എങ്ങനെയുണ്ട് എന്നും ഇപ്പോൾ ആ സീരിയൽ മാത്രമേ ഉള്ളൂ എന്നും മിഡിരണ്ടിലും ചെയ്യുന്നില്ല എന്നും പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നു. മിഡിരണ്ടിലും സഞ്ജുവിനെ മാറ്റാനാകില്ല എന്നും സഞ്ജുവിനെ മനസ്സിൽ കണ്ടുപോയി എന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു. ഇതോടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത്. ഇതിനുശേഷമാണ് സൽമാനുടെ വീട്ടിലെ ഈ പ്രത്യേക ദിവസത്തെ വിശേഷം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. വിഷമത്തിന് ശേഷം സൽമാൻ ഒരു സന്തോഷം കിട്ടി. തന്റെ സഹോദരിയുടെ വിവാഹം, അത് ആഘോഷമാക്കൂ സൽമാൻ, ബാക്കിയെല്ലാം പുറകെ നോക്കാമെന്നാണ് പ്രേക്ഷകർ ആശ്വസിപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.